നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടുന്നത് രാഹുൽ ഗാന്ധിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. രാഹുലിന്റെ ഈ എടുത്തുചാട്ടം തന്നെയാണ് പലപ്പോഴും രാഹുലിന് വലിയ തലവേദനകൾ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ടും പഠിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ പിന്നെന്തു ചെയ്യാൻ? കേന്ദ്ര സർക്കാരിനെതിരായ രാഷ്ട്രീയ ആരോപണങ്ങളിൽ മറുപടി തേടിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ജെ എന്ന് വിശേഷിപ്പിച്ചതിനെ ചൊല്ലിയാണ് ഇപ്പോൾ പുതിയ വിവാദം പുകയുന്നത്. എസ് ജയശങ്കറിനെ എന്തുകൊണ്ട് ജെ എന്ന് വിശേഷിപ്പിച്ചു എന്നതിന് രാഹുലോ മറ്റ് കോൺഗ്രസ് നേതാക്കളോ വിശദീകരണം നൽകിയില്ല. ജെ വിശദീകരിക്കുമോ എന്ന ചോദ്യത്തോടെയാണ് രാഹുൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത്. ജെ എന്ന് രാഹുൽ വിശേഷിപ്പിച്ചതിനു പിന്നിൽ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ജോക്കർ ജാഫർ എന്നതാണ് ഉദ്ദേശിച്ചതെന്നും അത് അദ്ദേഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നുമാണ് BJP നേതൃത്വം ആരോപിക്കുന്നത്. രാഹുലിന്റെ ഈ വിവാദ പരാമർശം കോൺഗ്രസ് നേതൃത്വത്തിനാകെ തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം ട്രംപിന്റെ ആവശ്യാനുസരണം മോദി ചെയ്തതാണ് എന്ന തരത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ പ്രക്ഷോഭങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും കൈകടത്താൻ തരത്തിൽ ട്രംപിന് മോദി ഇന്ത്യയെ തീരെഴുതി കൊടുത്തു എന്ന തരത്തിലുള്ള ശക്തമായ ആരോപണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ BJP ഭരണകൂടത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത്. എന്നാൽ ചോദ്യങ്ങൾ പലതും ഉന്നയിക്കുന്നത് രാഹുൽ ആയതുകൊണ്ട് തന്നെ രാഹുലിന് പോലും അറിയില്ല ചോദിക്കുന്ന ചോദ്യങ്ങളുടെയോ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെയോ സ്ഥിതി എന്തെന്ന്. കൂട്ടത്തിൽ പാടുന്നു എന്നതിനപ്പുറം പലപ്പോഴും മറുചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി കണ്ണുതള്ളി നിൽക്കാൻ മാത്രമാണ് രാഹുലിന് അറിയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് താനാണ് മധ്യസ്ഥത വഹിച്ചതെന്നുള്ള അവകാശവാദം പല പ്രാവശ്യം മോദിയും ജയശങ്കറും തള്ളിയതാണ്. കഴിഞ്ഞ ദിവസം എല്ലാ ലോകരാഷ്ട്രങ്ങളും വെടിനിർത്തലും സമാധാനവും യുദ്ധമുണ്ടാകുമ്പോൾ ആവശ്യപ്പെടാറുണ്ട് എന്നും അത്തരത്തിൽ മാത്രമാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായി സന്ധി ചർച്ചയ്ക്ക് തയ്യാറായതെന്നും പിന്നെ ആവശ്യപ്രകാരമല്ല വെടിനിർത്തൽ നടപ്പിലാക്കിയതെന്നും വ്യക്തമാക്കി പറഞ്ഞിരുന്നു. എങ്കിലും രാഹുലിന്റെ ഉള്ളിലെ സംശയങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്ത്യൻ ജനതയുടെ സുരക്ഷിതത്വമോ രാജ്യ പുരോഗതിയോ ഒന്നുമല്ല ഇത്തരം ചോദ്യങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശം എന്നതാണ് ചിന്തിക്കേണ്ട വസ്തുത. എന്തെങ്കിലും കൊതിയും നുണയും കുറ്റവും പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് വരുത്തി തീർക്കണം. അടുത്ത തിരഞ്ഞെടുപ്പിൽ BJP സർക്കാരിനെതിരെ പ്രയോഗിക്കാവുന്ന നല്ലൊരു ആയുധമാക്കി അത് മൂർച്ച കൂട്ടി അരയിൽ തിരുകി വെക്കണം. അതുമാത്രമാണ് ഇതിനു പിന്നിലെ ഗൂഢാലോചന എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? എല്ലാ പാർട്ടിക്കാർക്കും അടുത്ത തിരഞ്ഞെടുപ്പ് പത്രികയിലെ വിഷയം മാത്രമാണ് പഹൽഗാം വിഷയം. പക്ഷേ അതിൻ്റെ പൊലിഞ്ഞുപോയ മനുഷ്യരുടെ പ്രിയപ്പെട്ടവർക്കും തീരാ ദുരിതം പേറുന്ന കാശ്മീരിലെ ജനങ്ങൾ ഉൾപ്പെടെ ഉള്ളവർക്കും ഇതിൻ്റെ നോവുമായുന്നില്ല. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥതയ്ക്ക് ട്രംപിനോട് ആവശ്യപ്പെട്ടത് ആരാണ്? ലോകരാജ്യങ്ങൾ ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരേപോലെ കാണുന്നത് എന്തുകൊണ്ട്? പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് പിന്തുണയുമായി ഒരു രാജ്യവും മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ട്? എന്നിങ്ങനെ 3 ചോദ്യങ്ങളും ചേർത്തിരുന്നു രാഹുലിന്റെ സംശയത്തിൽ. ഇന്ത്യയുടെ വിദേശ നയം തകർന്നുവെന്നും രാഹുൽ വിലയിരുത്തി. ജെ എന്നതിൽ ഒരു ജയശങ്കറും മറ്റൊന്ന് ജോക്കറോ ജൂട്ടയെന്നോ ഒക്കെ ആകാമെന്നും കോൺഗ്രസ് വക്താക്കളിൽ ഒരാൾ പ്രതികരിച്ചു. പക്വതയില്ലാത്തതാണ് രാഹുലിന്റെ പ്രതികരണം എന്നായിരുന്നു BJPയുടെ പ്രതികരണം. പാകിസ്ഥാനിൽ നിന്ന് അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടാനുള്ള ശ്രമത്തിലാണ് രാഹുലെന്നും BJP പരിഹസിച്ചു. തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞതുപോലെ ആകാതിരുന്നാൽ മതി ഒടുക്കം രാഹുലിന്റെയും കോൺഗ്രസുകാരുടെയും അവസ്ഥ എന്ന് മാത്രമാണ് പറയാനുള്ളത്.